പക്ഷേ നിലവിൽ ചില സാഹചര്യങ്ങൾ ഉണ്ടെന്ന് താങ്കൾ പറയുന്നു. അത് തികച്ചും സ്വകാര്യ മേഖലയിൽ തന്നെയല്ലേ? അത് ഇപ്പോൾ നിലനിൽക്കുന്ന ഇപ്പോഴത്തെ മുഖ്യ പ്രശ്നം തന്നെ സീറ്റിന്റെ അലഭ്യത കൂടിയുണ്ട്. മുഴുവൻ പ്രവാസികളുടെ മക്കൾക്കും സീറ്റ് അലോക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ കേരളത്തിൽ? അല്ല, പ്രവാസികളുടെ മക്കൾക്ക് NRIs കോട്ട എന്ന് പറയുന്നത് പണമുള്ളവൻ്റെ കോട്ടയാണ്. എല്ലാ പ്രവാസികളും അല്ല, NRI അല്ലാത്ത പ്രവാസികൾക്ക് എൻട്രൻസ് ത്രൂ സെലക്ഷൻ ലഭിക്കുന്നുണ്ട്. NRI മാത്രമല്ല കോട്ടയുള്ളത്. സാധാരണക്കാരായിട്ടുള്ള മലയാളികൾക്കും ഇന്ത്യക്കാർക്കും എൻട്രൻസ് ത്രൂ ഇതിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നുണ്ട്. അത് അവരെ നിഷേധിക്കുന്നില്ല അവർക്കൊരിക്കലും. പിന്നെ ഈ പ്രവാസി യൂണിവേഴ്സിറ്റി, ഇപ്പോൾ ഈ പ്രവാസി യൂണിവേഴ്സിറ്റി എന്ന് പ്രവാസികളുടെ മക്കൾക്ക് മാത്രമുള്ള യൂണിവേഴ്സിറ്റി എന്നൊരു കോൺസെപ്റ്റ് എത്രമാത്രം വയബിളാണ്, എത്രമാത്രം സസ്റ്റൈനബിളാണ് എന്നുള്ളതൊക്കെ പരിശോധിക്കണം. അതേ സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാവുന്നൊരു കാര്യം, NRIസിൻ്റെ ഇൻകം ഉപയോഗിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് കേരളമൊക്കെ NRIസിൻ്റെ സപ്പോർട്ടിൽ നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ്. അവരെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഒരു PPP മോഡൽ, ഗവൺമെൻറ്റിൻ്റെയും പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൻ്റെയും മോഡലിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ലോക നിലവാരത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റി എന്നൊരു കോൺസെപ്റ്റ്, അത് ഏറ്റവും ഗുണപരമായിരിക്കും, റിസൾട്ട് ഓറിയൻ്റ് ആയിരിക്കും. ഇതിൽ റിസർച്ച് ആവശ്യമാണെന്നാണ് ശ്രീ അബ്ദുൽ അസീസ് ഇവിടെ മുൻപ് സൂചിപ്പിച്ചു. കേരളത്തിലെ സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ പ്രവാസികളുടെ മക്കളായിരുന്നുവെന്ന്. ഇപ്പോൾ നമ്മൾക്ക് ആവശ്യം ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. ഗുണനിലവാരം ഉയർത്തേണ്ടതുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ. ഇതിനർത്ഥം സ്വാശ്രയ മേഖലയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം കേരളത്തിന് സമ്മാനിച്ചത് അത്ര ക്വാളിറ്റി ഇല്ലാത്ത ഒരു ഉന്നത വിദ്യാഭ്യാസ രംഗമായിരുന്നു എന്നൊരു ദുസ്സൂചന ആ പ്രസ്താവനയിൽ നിന്ന് വേണമെങ്കിൽ വായിച്ചെടുക്കാം. ഇതിൻ്റെ അർത്ഥം മറ്റൊരർത്ഥത്തിൽ വായിച്ചാൽ സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ സർക്കാർ പിന്തുണയോടെ, അത് PPP ആയാലും പൊതുമേഖലയിലായാലും സർക്കാർ തലത്തിലായാലും ഉള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ആവശ്യകതയിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നത്? ആ വിഷയത്തിൻ്റെ, ആ ചോദ്യത്തിൻ്റെ പ്രസക്തിയിലേക്കും അതിൻ്റെ ഉത്തരത്തിലേക്കും വരുന്നതിന് മുമ്പായി എനിക്ക് പ്രത്യേകം ഊന്നി പറയാനുള്ള ഒരു സംഗതി, പ്രവാസികൾ എന്ന ഒരു ജനവിഭാഗം നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രാജ്യത്ത് അതിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ, ആ സമ്പദ് വ്യവസ്ഥയുടെ നിലനിൽപ്പ്, അതിൻ്റെ കാര്യക്ഷമത തെല്ലെങ്കിലും നിലനിർത്തുന്ന കാര്യത്തിൽ ഈ പ്രവാസികൾ, പ്രത്യേകിച്ചും സാധാരണക്കാരായിട്ടുള്ള ദശലക്ഷക്കണക്കായിട്ടുള്ള പ്രവാസികൾ, പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ രാപ്പകൽ കഷ്ടപ്പെടുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യം എന്ന നിലക്ക്, ഒരു സമൂഹം എന്ന അർത്ഥത്തിൽ നമ്മൾ അവരോട് കാണിക്കുന്ന സമീപനത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടി ഈ ഒരു സംഗതിയിൽ കാണുന്നില്ലേ എന്നാണ് ആദ്യമായിട്ട് നമുക്ക് പരിശോധിക്കേണ്ടതുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ അബ്ദുൽ അസീസ്, അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. കാരണം പ്രവാസികളോടുള്ള അവഗണന കേരളത്തിൽ ഏറെക്കുറെ എല്ലാവരും, എല്ലാ രാഷ്ട്രീയ കക്ഷികളും, CK സുബൈറിനും അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും തോന്നുന്നില്ല. പ്രശ്നം അതല്ല. ഇതിൽ ഏത് തരത്തിലായിരിക്കണം പ്രവാസി സർവകലാശാല എന്ന ആശയം മുന്നോട്ട് പോകേണ്ടത്? അതാണ് നമ്മുടെ ചർച്ചാ വിഷയം. പ്രവാസി സർവകലാശാലയുടെ അതിൻ്റെ ടൈപ്പ്, അതിൻ്റെ നേച്ചർ, അത് ഒരു സാങ്കേതികമായ ഒരു വിഷയമാണ് മാത്രമാണ്. അത് ഗവൺമെന്റുകൾക്ക്, ഭരണകൂടത്തിന് അത് ഉചിതമായ രൂപത്തിൽ തീരുമാനമെടുക്കാവുന്ന ഒരു സംഗതിയാണ്. പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയിൽ അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഏത് തരത്തിലുള്ള നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള ഏത് തരത്തിലുള്ള സർവകലാശാലയുടെ രൂപത്തിലേക്കും അത് ആലോചിക്കാവുന്നതാണ്. അതേസമയം നേരത്തെ അവഗണനയുടെ കാര്യം പറഞ്ഞു. ഇതിന് ഞാൻ അവഗണന എന്നല്ല പറയുന്നത്, ഇത് ഒരു അവജ്ഞയുടെ തലം കൂടി വിട്ടുകൊണ്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ കോളനി വാഴ്ച കാലത്തെ അനുസ്മരിപ്പിക്കുന്ന രൂപത്തിൽ അധ്വാനിക്കുന്നവന് പലപ്പോഴും ഒന്നും ലഭിക്കാതിരിക്കുകയും അല്ലാത്തവര് അത് നോക്കി നിൽക്കുന്നവർക്ക് കൂടുതൽ ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ ഒരു ചിത്രം കൂടി മുന്നിൽ വെച്ചുകൊണ്ട് ആയിരിക്കണം നമ്മുടെ ഇത് ഡീംഡ് യൂണിവേഴ്സിറ്റി ആണോ, സെൽഫ് ഫൈനാൻസ് രൂപത്തിൽ വരുന്ന ഒരു സ്ഥാപനമാണോ എന്നൊക്കെയുള്ള ചർച്ചകൾ
നടത്തേണ്ടത് എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. റൈറ്റ്, തിരികെ എത്താം. ഡോക്ടർ സന്തോഷ്, ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച ഒരു പോയിന്റ് ഉണ്ട്. പ്രവാസികൾക്ക് മാത്രമായ ഒരു യൂണിവേഴ്സിറ്റി എന്ന ആശയം അത് എത്രമാത്രം ആശാസ്യമാണ് എന്നൊരു സംശയം ഉയരുന്നുണ്ട്. കാരണം അത് പ്രവാസികളെ കൂടുതൽ മാതൃരാജ്യത്ത് നിന്ന് അകറ്റി നിർത്താനേ സഹായിക്കൂ എന്നൊരു വാദം നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിലെ പ്രവാസികൾ അവർക്ക് അനുവദിച്ചു കിട്ടിയ വോട്ടവകാശം പോലും വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നതിനുള്ള സാങ്കേതിക സൗകര്യം സർക്കാർ ഇതുവരെയും ഒരുക്കിയിട്ടില്ല. അവർ ഇനിയും ഒരു വോട്ട് ബാങ്കായി രൂപപ്പെട്ടിട്ടില്ല. അങ്ങനെ ഇരിക്കെ പ്രവാസികളുടെ മക്കൾക്ക് മാത്രമായി ഒരു യൂണിവേഴ്സിറ്റി ഒരുക്കുന്നത് അവരെ മാതൃരാജ്യത്ത് നിന്ന് കൂടുതൽ പറിച്ചു മാറ്റാനേ ഉപകരിക്കൂ എന്നൊരു വാദം ശക്തമാണ്. താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? എനിക്ക് തോന്നുന്നത് ഇത് എന്തുകൊണ്ടും ഇതൊരു റെക്കഗ്നീഷനാണ്. അതായത് നമ്മൾ രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രവാസികൾ നടത്തുന്ന ആ കഷ്ടപ്പാടും അല്ലെങ്കിൽ ആ രാജ്യത്തിലേക്ക് അയക്കുന്ന ആ ഒരു പണം അതിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ അയക്കുന്ന പണം, അപ്പൊ അവരുടെ ആ അവർക്ക് തിരിച്ചെന്താണ് ഗവൺമെന്റ് ചെയ്യുന്നതെന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വക കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പൊ യൂണിവേഴ്സിറ്റി സെറ്റപ്പ് ചെയ്യലായാലും അതുപോലെ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം ആയാലും മറ്റ് ഗവൺമെന്റിന്റെ മറ്റു പല പ്രവാസികളുടെ പ്രോഗ്രാം ആയി കഴിഞ്ഞാൽ തന്നെയും ഇതൊക്കെ പ്രവാസികളോട് കാണിക്കുന്ന ഗവൺമെന്റിന്റെ ഒരു നല്ല മനസ്സ് അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് ആണ്, പോസിറ്റീവ് റെസ്പോൺസ് ആണ്. ആ ഒരു രീതിയിലാണ് ഞാൻ ഇതിനെ നോക്കിക്കാണുന്നത്. അപ്പോൾ എത്രമാത്രം പ്രാവർത്തികമാകും എന്നുള്ള ചോദ്യത്തിന് എന്തുകൊണ്ട് പ്രാവർത്തികമായിക്കൂടാ? ഇപ്പോ ഒരു 12th കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു +1 +2 വരെയൊക്കെ കഴിഞ്ഞാൽ മിക്കവാറും കണ്ടിട്ടുള്ളത് ആൾക്കാർ തിരിച്ച് ഇന്ത്യയിലേക്ക് കുട്ടികളെ ഹയർ എഡ്യൂക്കേഷൻ, എഞ്ചിനീയറിംഗ് ആയാലും മെഡിസിൻ ആയാലും അല്ലെങ്കിൽ മറ്റ് എഡ്യൂക്കേഷൻ ആയാലും തിരിച്ച് നാട്ടിലേക്കാണ് നോക്കുന്നത്. അപ്പോൾ അവിടെയും വേറൊരു ചോദ്യമുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വേണമെങ്കിൽ ഓപ്പൺ മാർക്കറ്റിൽ എന്തുകൊണ്ട് വന്നുകൂടാ? എന്തിനാണ് എല്ലാ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ഒരു NRI കോട്ട എന്തിനാണ്? അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യനും ഇവിടെയാണ്. അപ്പൊ NRI കോട്ട എന്തിനാണ്? NRI കോട്ട എനിക്ക് തോന്നുന്നത് അത് കൂടുതൽ വലിയ ഒരു 4 മടങ്ങ് സാധാരണ കുട്ടികൾ കൊടുത്തതിനെക്കാട്ടി ഒരു 4 മടങ്ങ് അധിക ഫീ നൽകിക്കൊണ്ട് കുട്ടികൾക്ക് പഠിക്കാം. അത് കോളേജിനും ഒരു വരുമാന മാർഗമാണെന്നുള്ള രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ കുട്ടികൾക്ക് വേണമെങ്കിൽ ഓപ്പൺ മാർക്കറ്റിലേക്ക് വരാം, ഓപ്പൺ മാർക്കറ്റിൽ മറ്റു കുട്ടികളായിട്ട് കോമ്പീറ്റ് ചെയ്തിട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് ശ്രമിക്കാം. പക്ഷേ അപ്പോൾ ഈ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഈ ഒരു പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ കോൺസെപ്റ്റ് വരുന്നത് ഒരു പോസിറ്റീവ് റെസ്പോൺസ് അല്ലെങ്കിൽ പ്രവാസികൾക്ക് ഒരു അംഗീകാരം, പ്രവാസികളെ ഗവൺമെന്റ് സഹായിക്കുന്നു അല്ലെങ്കിൽ പ്രവാസികളുടെ കുട്ടികളുടെ ഉന്നത പഠനത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് സൗകര്യം ഒരുക്കുന്നു എന്ന ഒരു കാഴ്ചപ്പാടിലേക്കാണ് ഇത്. ഡോക്ടർ സന്തോഷ്, ഇപ്പോൾ തന്നെ ഇവിടെ ധാരാളം കൽപ്പിത സർവകലാശാലകൾ നിലവിലുണ്ട് ഇന്ത്യയിൽ. അവയിൽ പലതിലും പ്രവാസികളായ പലരും നിക്ഷേപവും നടത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള സർവകലാശാലകൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ ഇത് ഇത്ര വലിയ അംഗീകാരമായി മാറുന്നത് എങ്ങനെയാണ്? അതല്ല, അങ്ങനെ അംഗീകാരമായി മാറണമെങ്കിൽ യഥാർത്ഥത്തിൽ സർക്കാർ തന്നെ ഫണ്ട് മുടക്കി ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയിൽ പ്രവാസി സർവകലാശാലയെ ഉയർത്തിക്കൊണ്ടുവരികയല്ലേ വേണ്ടത്? അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇവിടെ എപ്പോഴും ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്നുള്ള രീതിയിൽ ആണല്ലോ കാര്യങ്ങളുടെ ഇന്നത്തെ ഗവേണൻസിന്റെ ഒരു പോക്ക്. അങ്ങനെയാണ് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണത്. ഇപ്പൊ 25 മില്യൺ പീപ്പിൾ ആണ് അതായത് ഇന്ത്യൻ ഒറിജിന് പുറത്ത് താമസിക്കുന്നത്. അതിനകത്ത് മെജോറിറ്റി ഗൾഫ് മേഖലയിൽ താമസിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ നമ്മൾ ഈ ഗൾഫ് മേഖല മാറ്റി നിർത്തി ബാക്കി രാജ്യങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ they've got fantastic facility for higher education. If you compare with India ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യനെക്കാട്ടി എത്രയോ മടങ്ങ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് UK-ലും US-ലും ഇപ്പോഴും ഉള്ളത്. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് തന്നെ ആൾക്കാർ എന്തുകൊണ്ടാണ് UK-ലും US-ലും ഹയർ എഡ്യൂക്കേഷന് പോകുന്നത്? അപ്പോ അവിടെ താമസിക്കുന്ന പ്രവാസികൾക്ക് ഒരുപക്ഷെ അതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുമായിരിക്കാം. പക്ഷേ അതുപോലെയല്ല മറ്റ് മെജോറിറ്റി വരുന്ന പ്രവാസികളുടെ കാര്യത്തിൽ. അവർക്ക് ഇപ്പൊ അവരുടെ കുട്ടികളെയും അതുപോലെ ഒരു ഹയർ എഡ്യൂക്കേഷൻ അയക്കണമെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് വി ഹാവ് എന്താ പറയാ ഒരു UK US സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല. വളരെ എക്സെപ്ഷൻസ് ഉണ്ടാവും. IIMs പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ REC പോലുള്ള മറ്റ് ഹയർ ലെവലിലായിട്ടുള്ള റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാകാം. പക്ഷെ എന്നിരുന്നാൽ അതൊക്കെ വളരെ വളരെ തുച്ഛമായിട്ടുള്ള വളരെ ചുരുങ്ങിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമാണ്. അപ്പൊ നമ്മുടെ രാജ്യം ഇപ്പോഴും ഹയർ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ ക്വാളിറ്റി എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ റൈറ്റ്. ഡോക്ടർ സന്തോഷ്, താങ്കൾ പറഞ്ഞത് ശരിയാണ്. IIM പോലുള്ള അല്ലെങ്കിൽ IIT പോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ട് നമുക്ക്. പക്ഷേ CK സുബൈർ, അതെല്ലാം സർക്കാരിൻ്റെ സാമ്പത്തിക പിന്തുണയാണ് നടക്കുന്നത്. എത്രമാത്രം ഒരു അംഗീകാരം കിട്ടും
ഇതൊരു ഡീംഡ് സർവകലാശാലയോ അല്ലെങ്കിൽ ഒരു സെൽഫ് ഫിനാൻസിങ് മോഡിലോ ഇത്തരം സ്ഥാപനങ്ങളെ വളർത്തിക്കൊണ്ടുവന്നാൽ? അല്ല, ഇത് സന്തോഷ് പറഞ്ഞതുപോലെ ഒരു വലിയ സാധ്യതയുടെ ഒരു ഓപ്പണിംഗ് ആയിട്ട് വരും പ്രവാസി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. പ്രവാസികളായിട്ടുള്ള ആളുകളുടെ കോൺട്രിബ്യൂഷനോട് കൂടി പ്രവാസികളുടെ മക്കൾക്ക് റിസർവേഷൻ സാധ്യമാകുന്ന രീതിയിൽ ലോകത്തെ തന്നെ നിലവാരമുള്ള എയിംസ് പോലെ അല്ലെങ്കിൽ ഡൽഹിയിലെ യൂണിവേഴ്സിറ്റികൾ പോലെ നമ്മുടെ കുട്ടികളെ രാജ്യത്തിന് വേണ്ടി വളർത്തിയെടുക്കുന്ന സ്ഥാപനത്തിന് വേണ്ടിയുള്ള ഒരു പോർഷൻ വിത്ത് ദ സപ്പോർട്ട് ഓഫ് പ്രവാസി എന്നുള്ള രീതിയിലുള്ള ഒരാശയത്തിന് വലിയ സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രവാസികളുടെ നേതൃത്വത്തിലുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്നത് അതിന് വേറെ നിയമത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, നിലവിലുള്ള സാഹചര്യത്തിൽ കഴിയും. അത്തരം നിരവധി യൂണിവേഴ്സിറ്റികൾ പ്രവാസികൾ നടത്തുന്നുണ്ട്. ഇപ്പം നമുക്ക് കാണുന്നൊരു സെൽഫ് ഫിനാൻസ് കോളേജിൽ നേരത്തെ സൂചിപ്പിച്ചവർ നമ്മൾ കാണുന്നൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ സെൽഫ് ഫിനാൻസ് കോളേജ് എന്ന് പറയുന്ന ഒരു ആശയത്തെ വെറും കച്ചവടമായി കാണുന്നതിൻ്റെ ഭാഗമായിട്ട് രോഗികളില്ലാതെ കുട്ടികളെ തിയറി മാത്രം പഠിപ്പിച്ച് MBBS പാസ്സാക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അടക്കം കേരളത്തിലുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് കുട്ടികളെ പമ്പ് ചെയ്യുന്ന അധികം പ്രവാസികളാണ്. പ്രവാസികളെ ഭീകരമായ രീതിയിൽ വിദ്യാഭ്യാസ രംഗത്ത് ചൂഷണം ചെയ്യുന്നുണ്ട്, അത് നിഷേധിക്കാൻ കഴിയില്ല. പക്ഷെ ഇതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ഒരു സംഭവം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഈ സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ അയക്കുന്ന പ്രവാസികൾ മുമ്പ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ ശമ്പളം പറ്റുന്ന 6 അക്ക ശമ്പളം പറ്റുന്ന പ്രവാസികളുടെ മക്കളാണ്. അതല്ലാത്തൊരു വലിയ ബഹുഭൂരിഭാഗം പ്രവാസികൾ ഗൾഫ് മേഖലയിലുണ്ട്. അവരുടെ മക്കൾക്കും പഠിക്കേണ്ടതില്ലേ? അല്ല, പാവപ്പെട്ടവരായിട്ടുള്ള ഇന്ത്യയിൽ ജനിച്ച എല്ലാ സിറ്റിസൻ്റെയും വിദ്യാഭ്യാസ അവകാശം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൻ്റെ അകത്ത് വരുന്നുണ്ട്. പ്രൊഫഷണൽ വിദ്യാഭ്യാസം സാധ്യമാകുന്ന രീതിയിൽ എല്ലാവർക്കും ഓപ്പണാണ് ആ രംഗം. പ്രവാസികൾക്ക് ഒന്നും നിഷേധിച്ചിട്ടില്ല. ആ രംഗത്ത് കൂടെ വരുന്ന ആളുകൾക്ക് പുറമെയാണ് പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് വിദ്യാഭ്യാസം നേടാനുള്ള ഒരു സാഹചര്യം കൂടി സെൽഫ് ഫിനാൻസിൽ വരുന്നത്. മാത്രമല്ല, ഇപ്രാവശ്യം തന്നെ 400 സീറ്റ് വരുന്ന രീതിയിൽ അത്രയും മെഡിക്കൽ കോളേജ് ഓപ്പൺ ചെയ്ത് വരികയാണ് ഗവൺമെൻറ് തലത്തിൽ. ഗവൺമെൻറ് അത് ഒഴിവാക്കി വെച്ചിരിക്കുകയല്ല. പുതിയ ഗവൺമെൻറ് ആ രംഗത്ത് വലിയ സംഭാവനകളാണ്, വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോപ്പറേറ്റീവ് കോളേജുകൾ ഗവൺമെൻറ് ഏറ്റെടുക്കുകയും ജില്ലാ ആശുപത്രികളെ മെഡിക്കൽ കോളേജാക്കി മാറ്റുകയും ചെയ്യുന്നതോടുകൂടി വലിയൊരു സീറ്റ് വർധനവ് ഗവൺമെൻറ് സെക്ടറിലും വരികയാണ്. മാത്രമല്ല, ഈ 1.5 ലക്ഷം രൂപ ഒക്കെ കൊടുത്തിട്ട് സെൽഫ് ഫിനാൻസ് കോളേജിൽ പകുതി സീറ്റ് സാധാരണക്കാരന് പഠിക്കാവുന്ന രീതിയിൽ ഫീ വിത്ത് സപ്പോർട്ട് ഓഫ് ബാങ്കിങ് നമുക്ക് അതുകൊണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത്രയും അമൂർത്തമായ ഒരു ആശയമാണോ പ്രധാനമന്ത്രി പ്രവാസി ഭാരതീയ ദിവസിൽ പ്രഖ്യാപിക്കേണ്ടത്? അത് ഒരു വലിയ സാധ്യതയുള്ളൊരു ആശയമാണ്. അതിനെ ഒരു ഓപ്പണിംഗ് കൊടുത്തിരിക്കുകയാണ് ഈ ഭാരതീയ ദിവസ് എന്ന് പറയുന്നത് പ്രവാസികളുടെ ഒരു സംഘമാണ്. പ്രവാസികളുടെ സംഗമത്തിൻ്റെ അകത്ത് കൊടുക്കാവുന്ന ആശയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം തന്നെയാണ് പ്രവാസി യൂണിവേഴ്സിറ്റി. റൈറ്റ്. ശ്രീ അബ്ദുൽ അസീസ്, ഇപ്പോൾ നിലവിൽ എങ്ങനെയാണ് പ്രവാസികളുടെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസ പഠനത്തിൻ്റെ ഒരു പാറ്റേൺ? അവരിൽ പലരും ഇപ്പോൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ UK യിലും US ലും ഒക്കെ പഠനത്തിന് പോകുന്നുണ്ട്, വലിയ തുക മുടക്കി. അല്ലാത്തവർ എന്താണ് ചെയ്യുന്നത്? അത്തരം വിവരങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായും. യഥാർത്ഥത്തിൽ ഇതിൽ പലരും പറയുന്നത് പോലെ കൂടുതൽ സങ്കീർണതകൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ സാധാരണക്കാരായുള്ള പ്രവാസികളെ കാര്യം തന്നെ എടുത്താൽ മതി. വിദേശത്ത് പഠനത്തിന് പോകുന്ന ആളുകൾ പ്രവാസികളാണെങ്കിലും അല്ലെങ്കിലും അവരുടെ കാര്യം മറ്റൊരു തരത്തിലാണ് നമ്മൾ കാണുന്നത്. അതേസമയം കഷ്ടപ്പെടുന്ന ആളുകളുടെ പ്രവാസികൾ ഗൾഫ് രാജ്യങ്ങളിൽ പര്യടനം നടത്തിയിട്ടുള്ള ജനപ്രതിനിധികളും മന്ത്രിമാർക്കും എല്ലാം അവർ നേരിൽ പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുള്ള ഒരു സംഗതിയാണത്. വളരെ കഷ്ടപ്പെടുന്ന ആളുകൾ. നമ്മുടെ ഈ ചർച്ചയിൽ ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെയും സെൽഫ് ഫൈനാൻസ് യൂണിവേഴ്സിറ്റിയുടെയും കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതേസമയം ഇവിടെ ഈ കഷ്ടപ്പെടുന്ന പ്രവാസികളുടെ കാര്യത്തിൽ എന്തുകൊണ്ട് ഗവൺമെന്റിന് ഒരു ടോട്ടലി എയ്ഡഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയെ പറ്റി ആലോചിച്ചുകൂടാ? അങ്ങനെയുള്ള പരിഗണന ഈ പ്രവാസികൾ അർഹിക്കുന്നില്ലേ? ഇവരുടെ കോൺട്രിബ്യൂഷന് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏത് രൂപത്തിലാണ് പ്രയോജനപ്പെടുന്നത് എന്നുള്ള കാര്യം അവര് പരിശോധിച്ചിട്ടുണ്ടോ? അവരറിയാത്ത കാര്യമാണോ? ഇതിന്റെ സ്ഥിതിവിവര കണക്കുകൾ 60,000 കോടി രൂപ നമ്മുടെ സംസ്ഥാനത്തേക്ക് മാത്രം പ്രവാസികളുടെ ഭാഗത്തു നിന്ന് വരുന്നതെന്ന് പറയുമ്പോൾ ഇപ്പോ നമ്മുടെ ഈ രൂപയുടെ മൂല്യം അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാകുന്ന പോകുന്ന ഒരു ദുരവസ്ഥ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അത്രയെങ്കിലും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നതിൽ പങ്കുവഹിക്കുന്ന അധ്വാനികളായിട്ടുള്ള ഒരു പ്രത്യേക ചിട്ടയോടുകൂടിയുള്ള തൊഴിൽ സംസ്കാരത്തിൽ ജീവിച്ചുകൊണ്ട് അച്ചടക്കത്തോടു കൂടിയിട്ട് അധ്വാനം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് കൂടി
ഉപയോഗപ്പെടുന്ന രൂപത്തിൽ സമർപ്പിക്കുന്ന ഒരു വിഭാഗത്തിന്റെ കാര്യത്തിൽ എന്താണ് ഇത്തരം